പണ്ട് കാലത്ത് എല്ലാവരെയും പോലെ എല്ലാ മലയാളികളെയും പോലെ ഗൾഫിൽ ഒരു അക്കൗണ്ടൻ്റായി തുടങ്ങി. പിന്നീട് ഗൾഫിൽ നിന്ന് ഒരുപാട് സംരംഭങ്ങൾ, ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾ വിജയകരമായിട്ട് അവതരിപ്പിച്ചു. ഒടുവിൽ കേരളത്തിലെത്തി നിൽക്കുകയാണ് ഈ സാരഥി. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. UAE-യിലുള്ള SFC ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കെ മുരളീധരൻ സാറിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. മുരളിയ ഗ്രൂപ്പ് എന്ന സംരംഭത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മുരളിയ എന്ന മിൽക്കിനെ കുറിച്ച്, ഡയറി പ്രോഡക്ട്സിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാനോ. കേരളത്തിൽ നിന്ന് എങ്ങനെയാണ് ദുബായിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു സംരംഭം തുടങ്ങാമെന്നതിനെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഞാൻ 50 വർഷമായി ഗൾഫിൽ. എൻ്റെ മൂത്ത സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹമാണ് എനിക്കൊരു വിസ തന്ന് എന്നെ കൊണ്ടുപോയത്. ഒരു അക്കൗണ്ട്സ് ക്ലർക്കിൽ നിന്ന് തുടങ്ങിയതാണ്. അത് ആ കമ്പനിയിൽ തന്നെ ഞാൻ 12 വർഷം കൊണ്ട് മാനേജിങ് പാർട്ണറായി. അത് മിക്കവാറും എൻ്റെ കഠിനാധ്വാനം, എൻ്റെ സത്യസന്ധത, ഹാർഡ് വർക്ക് അതുകൊണ്ട് മാത്രമാണ്. പിന്നെ മറ്റുള്ളവരെന്താ ചെയ്യുന്നതെന്നുള്ള പഠിച്ചെടുക്കാനുള്ള ഒരു താല്പര്യമുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം മറ്റുള്ളവർ ചെയ്യുന്നത്, നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ ബോസ് എന്താ ചെയ്യുന്നത്, അന്നേരം നമ്മളത് അങ്ങനെ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടും അങ്ങനെയോട് മനസ്സിലാക്കുന്നത് കൊണ്ടും ജീവിതത്തിൽ പലതും നമ്മൾ പഠിക്കും. അത് പഠിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്ത് അന്നേരം ഞാൻ 12 വർഷമായപ്പോഴത്തേക്ക് ഐ പുട്ട് മൈ റെസിഗ്നേഷൻ. അന്നേരം എൻ്റെ ബോസ് ഇന്ത്യൻ, അദ്ദേഹം എന്നോട് വിളിച്ചു, എന്നെ പോകണ്ട, അദ്ദേഹം മാനേജിങ് പാർട്ണറാവാം. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. ഹി വാസ് വൈസ് ഇനഫ്. ഹി സെഡ് യു ബി മാനേജിങ് പാർട്ണർ ആൻഡ് സ്റ്റാർട്ട് സംതിങ് ബട്ട് നോട്ട് റിലേറ്റഡ് ടു വാട്ട് യു ആർ ഡൂയിങ് നൗ. ഞങ്ങൾ ഫുഡ് സ്റ്റഫ് ഇമ്പോർട്ട് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. അതുകൊണ്ട് ട്രേഡിംഗ് ബിസിനസ്സിൽ ഇല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഐ സ്റ്റാർട്ടഡ് എ കോഫി ഷോപ്പ്. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് സ്റ്റാർട്ട്. സദേൺ ഫ്രൈഡ് ചിക്കനിൽ നിന്ന് ഞാൻ പിന്നീട് തുടങ്ങിയതാണ് ഇന്ത്യ പാലസ്. സദേൺ ഫ്രൈഡ് ചിക്കൻ്റെ കുറേ ഔട്ട്ലെറ്റൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഐ വാണ്ടഡ് ടു ഇൻട്രൊഡ്യൂസ് ഇന്ത്യൻ ഫുഡ് ടു എമംഗ് ദി ലോക്കൽ കമ്മ്യൂണിറ്റി. അവിടുത്തെ എമിറേറ്റീസിന് കൂടുതലും ഇന്ത്യൻ ഫുഡ് ഇഷ്ടമാണ്. അന്നേരം ഐ കോൺസെൻട്രേറ്റഡ് ഓൺ ദാറ്റ് ഈസ് ഇന്ത്യ പാലസ്. ഇന്ത്യ പാലസ് ബിക്കം എ ഹൗസ് ഹോൾഡ് നെയിം എമംഗ് ദി ലോക്കൽ കമ്മ്യൂണിറ്റി. ഞങ്ങൾക്ക് അർബൻ ട്രഷർ എന്ന് ഞങ്ങളെ അംഗീകരിക്കുകയൊക്കെ ചെയ്ത് അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്. It's a chain. We have total around 45-50 restaurants total in UAE. ഇപ്പോൾ ഗൾഫ് അല്ലെങ്കിൽ കേരളം അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ലോകം തന്നെ നേരത്തെ പറയുന്നത് ലോകമേ തറവാടെന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. ഇവിടുന്ന് ഒരുപാട് ചെറുകിടക്കാർ വിദേശത്ത് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ യൂണിറ്റ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് എന്താണ് സാറിന് പറയുന്നത്? നമുക്ക് അറിയാവുന്ന ഒരു ബിസിനസ് അതെവിടെ പോയാലും നമ്മൾ വിജയിക്കും. മറ്റുള്ളവരുടെ ഐഡിയയിൽ കൂടെ നമ്മൾ ബിസിനസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം വിജയിക്കണമെന്നില്ല. നമ്മൾക്ക് അറിയാവുന്ന ആ ബിസിനസ്സിനെ പറ്റി നമുക്ക് നല്ലതുപോലെ അറിയാവുന്നുണ്ടെങ്കിൽ കേരളത്തിൽ തുടങ്ങിയാലും വിദേശത്ത് പോയി തുടങ്ങിയാലും നമ്മൾ വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു പാഠം ഇതുവരെയുള്ളത്. എനിക്കറിയാവുന്ന ബിസിനസ്സാണ് ഇവിടെ തുടങ്ങിയത്. ഞങ്ങളിവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് അത് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് കൊണ്ടുവന്നു. അത് സക്സസ്ഫുൾ ആയില്ല. പക്ഷേ വെൻ വി കെയിം ഔട്ട് വിത്ത് അനദർ പ്രൊഡക്റ്റ്, പാല് ശുദ്ധമായ പാലിൻ്റെ ഷോർട്ടേജ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി വി തോട്ട്. ഞാൻ ഒരു വില്ലേജിൽ നിന്ന് വന്ന ഒരു ഗ്രാമീണനാണ്. അന്നേരം ഇവിടെ വന്നാൽ നല്ല ശുദ്ധമായ പാലിൻ്റെ ലഭ്യത കുറവുണ്ട്, ഷോർട്ടേജുമാണ്. അതുകൊണ്ട് നമ്മൾ ഡയറി ഫാം എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഞങ്ങൾക്കൊരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അടുക്കൊക്കെ പോയി സംസാരിച്ചപ്പം ഒരു ഹോളണ്ടുകാരനെ കിട്ടി. അദ്ദേഹം ഇതിനകത്ത് എക്സ്പെർട്ടൈസാണ്. അദ്ദേഹം എനിക്ക് ഡയറി ഫാം സെറ്റപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഐ ആൾസോ ഫൗണ്ട് സം വെറ്റിനറിയൻസ് ഇതിനകത്ത് ഫീൽഡിൽ നല്ലപോലെ പരിചയമുള്ള 2-3 അസോസിയേറ്റ്സിനെ എനിക്ക് ഇവിടുന്ന് കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ 500 ഏക്കർ സ്ഥലം തമിഴ്നാട്ടിൽ വാങ്ങി. കേരളത്തിൽ നോക്കിയപ്പം എനിക്ക് ഉചിതമായിട്ടുള്ള സ്ഥലം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളൊരു 4000 പശുക്കളുടെ ഒരു ഡയറി ഫാം സെറ്റപ്പ് ചെയ്തു. ഇപ്പോൾ ഏകദേശം 1000-ഓളം പശുക്കളായി അവിടെ. പിന്നെ ഞങ്ങൾ നെയ്ബറിങ് വില്ലേജിൽ നിന്ന്, അടുത്തുള്ള വില്ലേജിൽ നിന്ന്, ഗ്രാമത്തിൽ നിന്ന് പശുവും പാല് ഞങ്ങൾ കളക്ട് ചെയ്യും. അത് ഒരു ട്രേസബിലിറ്റി ഉള്ള, ഏത് ഫാർമറുടെ നിന്നാണ് വാങ്ങുന്നതെന്നുള്ളൊരു ട്രേസബിലിറ്റി ഉണ്ട്. ആ ഒരു ട്രേസബിലിറ്റിയോടുള്ള പാലായതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഈ ഗുണനിലവാരം റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ പ്രൊഡക്ട്സും എല്ലാം ഈ പശുവിൻ പാലിലാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പാല് മാത്രമല്ല, പാൽ ഉൽപ്പന്നങ്ങളും ഞങ്ങളുടെ പ്രോസസ്സിംഗ് പ്ലാന്റ് ഇവിടെ തിരുവനന്തപുരത്തിനടുത്ത് കാട്ടാക്കടയിലാണ്. അതിപ്പോഴും ഏതാണ്ട് 1.5 ലക്ഷം ലിറ്ററോളം ഒരു ഡെയിലി പ്രോസസ്സ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റാണ്.
ഞങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്കമാലിയിൽ KSIDCയുടെ ബിസിനസ് പാർക്കിൽ ഞങ്ങളൊരു പ്രോസസ്സിംഗ് പ്ലാന്റ് ഒരു വിപുലമായി കുറച്ചുകൂടെ വലിയ പ്രോസസ്സിംഗ് പ്ലാന്റ് ഇടാനായിട്ടുള്ള പണി തുടങ്ങി. KSIDCയുടെ പാർട്ടായിട്ടാണ് ഞങ്ങൾ സ്ഥലമൊക്കെ എടുത്തതൊക്കെ. അവരുടെ സപ്പോർട്ടാണ്. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഒക്കെയാണ്. ഞങ്ങൾ അവരുടെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഞങ്ങളുടെ തിരുവനന്തപുരം പ്രൊജക്റ്റിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ ഉചിതമായിട്ട് നമുക്ക് ഒരു മാസം കൊണ്ടൊക്കെ പെർമിഷനൊക്കെ കിട്ടും. നമ്മൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു തടസ്സമില്ലാതെ ഇവിടെ ഈസായിട്ട് ബിസിനസ് ചെയ്യാൻ സാധിച്ചു. ഏതാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള അനുഭവം. ഈ KSIDCൻ്റെ പാർക്കിലുള്ള ആ പ്രോസസ്സിംഗ് യൂണിറ്റിൽ ആ സംവിധാനത്തിന് എത്രത്തോളമാണ് മുടക്കുമുതൽ പ്രതീക്ഷിക്കുന്നത്? ഓവർ ഒരു 100 കോടിയിൽ കൂടുതൽ രൂപ മുടക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അതനുസരിച്ചിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനൊക്കെയാണ്. സ്റ്റേജ് ആയിട്ടായിരിക്കും പോകുന്നത്. 5 ഏക്കറോളം സ്ഥലം ഞങ്ങൾക്ക് ലീസിനെടുത്തിട്ടുണ്ട്. ഇനി മുരളിയ ഗ്രൂപ്പിൻ്റെ അടുത്ത പ്ലാൻ എന്താണ്? ഞങ്ങളുടെ ഈ ലൈനിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യുക. ഈ ലൈനിൽ ഒരുപാട് ഡിമാൻഡുള്ള ലൈനാണ്. ശുദ്ധമായ പാല് കൊടുക്കുകയാണെങ്കിൽ ശുദ്ധമായ ഏത് പ്രൊഡക്റ്റ് കൊടുത്താലും നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഒന്നും ഒരു പബ്ലിസിറ്റി ഇല്ലാതെ ഞങ്ങളുടെ ചോദിച്ച് വാങ്ങുന്നത്. ഒരിക്കലും ഞങ്ങളുടെ പാൽ ഉപയോഗിച്ചാൽ രണ്ടാമത് അത് തന്നെ ഉപയോഗിക്കൂ എന്നാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ഒരു ജനങ്ങളുടെ അഭിപ്രായം. ഞാനുൾപ്പെടെ മുരളിയുടെ പാൽ ഉപയോഗിക്കാറുണ്ട്. പാലും തൈര് ഉൽപ്പന്നങ്ങളും ഒക്കെ ഉപയോഗിക്കും. സോ നൈസ്. വളരെ സന്തോഷം എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയതിലും ഈ ഒരു ഫംഗ്ഷന് വന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിനും നമ്മളെ റെക്കഗ്നൈസ് ചെയ്തതിനും വളരെ സന്തോഷം.